പ്രൈസ് ഗോഡ്. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ലൈവ് മീറ്റിംഗിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുകയാണ്. തുടർമാനമായി അസാധാരണമായ ദൈവത്തിന്റെ വെളിപ്പാടുകൾ ഓരോ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും അസാധാരണമായ മാറ്റം സംഭവിച്ചെന്ന് കേൾക്കാനിടയായി തീർന്നല്ലോ. വളരെ പ്രാർത്ഥനയോടുകൂടെ ഒരു ദൈവീക പ്രവചന ശബ്ദം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അറിയിക്കാൻ ഈ രാവിലെ തയ്യാറായി നിൽക്കുമ്പോൾ എല്ലാവരും അന്യഭാഷകൾ ഒരു നിമിഷം സ്തോത്രം ചെയ്ത് സ്തുതിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയായിട്ട് എല്ലാവരും അധരം തുറന്ന് റമനഘടക ശബ്ദൽ പ്രവചനഗച്ഛസ്മനാദിയ പ്രാരംഭത്തിൽ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇതിനകത്ത് ടൈപ്പ് ചെയ്തിടുക. ഈ പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ നിങ്ങൾ എഴുതിയിടുക. ഈ മീറ്റിംഗ് തീരും മുമ്പ് നിങ്ങളുടെ വിഷയത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ ശബ്ദം തുറന്നു വരികയും അതിൻ്റെ അകത്ത് അസാധാരണമായി ദൈവപ്രവൃത്തി ഉണ്ടാകുകയും ചെയ്യുകയാണ്. യെശയ്യാവിന്റെ പ്രവചനം 9-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, നിങ്ങളുടെ കുടുംബമായി ബന്ധപ്പെട്ട, നിങ്ങളുടെ ആത്മീക ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ വാക്തത്വമായി ബന്ധപ്പെട്ടുള്ള ഒരു തിരുവെഴുത്താകൊണ്ട് ഇത് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു അസാധാരണമായ ജീവന്റെ പകർച്ചയുണ്ടാകും. നിങ്ങളുടെ ലൈഫ് തിരിയാനിടയായി തരും. പ്രാർത്ഥനയോടെ ഈ വേദഭാഗം ഒന്ന് നമുക്ക് ധ്യാനിക്കാൻ പോകുകയാണ്. ആ യെശയ്യാവിന്റെ പ്രവചനം 9-ന്റെ 1-2 പ്രധാനമായി കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇരുട്ടിൽ ഇരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. വിശ്വാസത്തോടെ സ്തോത്രം ചെയ്ത് ആ വചനത്തെ നമ്മൾ സ്വീകരിക്കുകയാണ്. നമുക്കറിയാം, യെശയ്യാവിന്റെ പ്രവചനം 9 നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ ചില വാക്കുകൾ അതിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് എഴുതി ചേർത്തു. 1 കഷ്ടത എന്നൊരു വാക്കാണ്, 2 തിമിരം എന്നൊരു വാക്കാണ്, 3 ഹീനത എന്നൊരു വാക്കാണ്, 4 ഇരുട്ടിൽ താമസിക്കുന്നവർ, 5 മരണത്തിന്റെ നിഴലിൽ പാർക്കുന്നവർ, 6 കൂരിരുട്ടിൽ പാർക്കുന്നവർ, 7 ജാതികളുടെ ഗലീല തുടങ്ങിയ വാക്കുകളെ നമുക്ക് ആ വേദഭാഗം ആരംഭത്തിൽ തന്നെ വായിക്കുമ്പോൾ കാണാൻ പറ്റും. ഒരു വാക്കുപോലും ഒരു ശോഭയുള്ള വാക്കുകളല്ല, നമ്മളെ വളരെ വേദനിപ്പിക്കുന്ന വാക്കുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഒടുവിൽ വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോളാം. അതിന്റെ ഒടുവിൽ ഒരു പ്രത്യാശയുടെ വാക്ക് കിടക്കുന്നു. ഇരുട്ടിലിരിക്കുന്ന ജനത്തിന്റെ മേൽ ഒരു വലിയ വെളിച്ചം പ്രകാശിച്ചെന്ന് തിരുവെഴുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജീവിതത്തിന്റെ ഒരു നല്ല ഭാഗം മുഴുവനും ആരംഭത്തിൽ വായിച്ച ചില വാക്കുകൾ എന്ന പോലെ തന്നെ നിന്റെ ലൈഫിലും ഇരുട്ടിന്റെ അകത്തായിരുന്നെങ്കിൽ, പ്രശ്നങ്ങളുടെ അകത്തായിരുന്നെങ്കിൽ, ചോദ്യങ്ങളുടെ നടുവിലായിരുന്നെങ്കിൽ ഈ രാവിലെ ദൂതറ്റെടുത്തോ ഈ മണിക്കൂറിൽ റമനഘടകസ്മനാദിയ ഇരുട്ടിൽ നിന്ന നിന്റെ കുടുംബത്തിന്റെ മീതെ ഒരു പ്രത്യാശയുടെ വാക്ക് വീഴാൻ പോകുകയാ. ആ പ്രത്യാശയുടെ വാക്കിങ്ങനെയാ: ഒരു വലിയ പ്രകാശം ഇപ്പോൾ വ്യാപരിക്കുകയാണ്. കരമടിച്ച് അന്യഭാഷകളിൽ അന്യഭാഷകളിൽ സ്തുതിച്ചോ. ഈ മീറ്റിംഗിന്റെ നടുവിൽ ജീവിതത്തിന്റെ ഒരു നല്ല പ്രായം മുഴുവനും ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാതെ, രക്ഷപ്പെടാൻ കഴിയാതെ, വാക്തത്വമുണ്ടായിട്ടും ദൂത് കിടന്നിട്ടും പ്രവചനം കേട്ടിട്ടും രക്ഷപ്പെട്ട് പുറത്തു വരാൻ കഴിയാതെ വർഷങ്ങളായി കിടക്കുന്ന ഒരു മേഖലയ്ക്കകത്തോട്ട് ഇപ്പോൾ ദൈവിക പ്രകാശം വ്യാപരിക്കുക. ഇത് സൂര്യന്റെ വെളിച്ചത്തെ കുറിച്ചല്ല. മത്തായിയുടെ സുവിശേഷം 4-12 മുതൽ വായിക്കുമ്പോൾ
ഒരു പ്രവചനം നിവർത്തിയാകുന്നതാണെന്ന് നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുകയാണ്. ഈ വെളിച്ചം വ്യാപരിക്കുമ്പോൾ തന്നെ, ഈ പ്രകാശം ഉദിക്കുമ്പോൾ തന്നെ ഒരു വാഗ്ദത്തം നിവർത്തിക്കുകയാണ്. ഈ പകൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ. നിന്റെ തലമുറയുടെ ഭാവിയെ കുറിച്ച് പറഞ്ഞ വാഗ്ദത്തത്തിന്റെ മീതെ ഇപ്പോൾ തന്നെ ആ വെളിച്ചം വ്യാപരിക്കുകയാ. നിന്റെ തലമുറയുടെ പഠനത്തെ കുറിച്ച് പറഞ്ഞ വാഗ്ദത്തം, യാത്രകളെ കുറിച്ച് പറഞ്ഞ വാഗ്ദത്തം, മിനിസ്ട്രിയെ കുറിച്ച് പറഞ്ഞ വാഗ്ദത്തം, ഇപ്പോൾ അതിന്റെ മീതെ അസാധാരണമായ ഒരു വെളിച്ചം വ്യാപരിക്കുകയാ, ഒരു പ്രകാശം ഉദിക്കുകയാ. അത് സൂര്യന്റെ വെളിച്ചമല്ല. വിശ്വസിക്കുക, ആമേൻ പറയ്. അത് വലിയ വെളിച്ചമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തി വ്യാപരിക്കുന്നു. പ്രാപിക്ക്. ഈ പകൽ ദൈവം ആഴമായി ഇടപെടും. കൂട്ട വിടുതലുകൾ നിന്നിൽ സംഭവിക്കാൻ പോകുകയാണ്. ഇരുട്ടിലിരുന്ന ജനം വലിയ വെളിച്ചം കണ്ടു. യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞ പ്രകാശം സാധാരണ പ്രകാശമല്ല. ഒരിക്കൽ കൂടി പറഞ്ഞു, യേശു ക്രിസ്തു എന്ന വലിയ വെളിച്ചത്തെ കുറിച്ചാണ് ഈ രാവിലെ ദൈവാത്മ വിളിച്ചു പറയുകയാ. ഇരുട്ടിലിരിക്കുന്ന ജനത്തിന് വിടുതൽ വ്യാപരിക്കണമെങ്കിൽ, കഷ്ടതയിലിരിക്കുന്ന ജനത്തിന്റെ മേൽ ദൈവപ്രവൃത്തി വ്യാപരിക്കണമെങ്കിൽ, മരണത്തിന്റെ താഴ്വരയിൽ കിടക്കുന്നവർക്ക് പുറത്തു വരണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. യേശുവിന്റെ സാന്നിധ്യം വ്യാപരിച്ചേ മതിയാകുകയുള്ളൂ. ഈ മണിക്കൂറിൽ ആത്മാവിൽ വചനം സ്വീകരിച്ച് നൃത്തം ചെയ്ത് ആരാധിച്ചോ. ഓമേ, നിന്റെ കുടുംബത്തിന്റെ അകത്തേക്ക് ആ വെളിച്ചത്തെ ഇപ്പോൾ പകരുക. പരിശുദ്ധാത്മ ഇടപെടുകയാ. യേശു ഇറങ്ങി വന്നാൽ അവസ്ഥകൾക്ക് മാറ്റം വരുമെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശക്തിയോടെ ഈ പകലിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. നിന്റെ ലൈഫിൽ ഈ മണിക്കൂറിൽ മറക്കാൻ പറ്റാത്ത കൂടിക്കാഴ്ചകൾ ഉണ്ടാകാൻ പോകുകയാ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നടക്കാൻ പോകുകയാ. നീയും നിന്റെ കുടുംബവും ഇപ്പോൾ പുറത്തു വരാൻ പോകുകയാ. നിന്റെ കുടുംബത്തിന്റെ മീതെ ഇപ്പോൾ ഇരുളു മാറുകയാ, മരണത്തിന്റെ നിഴലു മാറുകയാ. വിശ്വസിക്കുക. ആ തിമിരം മാറുകയാ, ആ കഷ്ടത മാറുകയാ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ കുടുംബമായി പുറത്തു വരികയാ. എത്ര പേര് വിശ്വസിക്കുന്നു? യേശു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് നിവർത്തിക്കുമോ ഇല്ലയോ എന്ന് നീ തിരിച്ചറിയാൻ പോകുകയാ. നാളുകൾ കൊണ്ട് കർത്താവ് നിങ്ങളോട് പറഞ്ഞ ദൂതുകൾ നിവർത്തിക്കാൻ പോകുകയാ. ഏത് ഇരുട്ട് മൂടിയാലും ആ വാഗ്ദത്തം നിവർത്തിക്കുന്ന നല്ല ആമേൻ പറഞ്ഞു. അപ്പോൾ യെശയ്യാവെന്ന് പറയുന്ന ഈ പ്രവാചകൻ ആരെ കുറിച്ചാണ് ഈ പ്രവചിക്കുന്നത്? ആമേൻ. നമുക്കറിയാം, സെബുലിനും നപ്താലിയുമുള്ള 2 ഗോത്രം. യാക്കോബിന്റെ 12 ആൺമക്കളിൽ സെബുലിൻ നപ്താലിയോട് ഇടപെടുന്ന പ്രവചനമാണ് നമ്മൾ യെശയ്യാവിൽ കൂടെ കണ്ടത്. യാക്കോബിന്റെ 12 മക്കളാണ് 12 ഗോത്രങ്ങളായി മാറിയത്. അതിൽ 2 ഗോത്രമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ യെശയ്യാവ് പ്രവചിക്കുമ്പോൾ കാണുന്നത്. ഏറ്റവും വലിയ ഗോത്രവുമല്ല, ഏറ്റവും ചെറിയ ഗോത്രവുമല്ല, നടുവിൽ നിൽക്കുന്ന ഒരു ഗോത്രം. പണ്ട് യാക്കോബ് തന്റെ മക്കളെ അനുഗ്രഹിക്കുന്ന ഭാഗം എത്ര പേർക്കറിയാം? യാക്കോബ് ആദ്യം യോസഫിനെ അനുഗ്രഹിക്കുന്നു, പിന്നെ യോസഫിന്റെ 2 മക്കളെ അനുഗ്രഹിക്കുന്നു, എഫ്രൈമിനെ മനസ്സയും. അല്ലേ? എഫ്രൈം ഇളയവനാണ്, മനസ്സയാണ് മൂത്തവൻ. നാട്ടു നടപ്പനുസരിച്ച്
മൂത്തവന്റെ തലയിലാ വലത്തെ കൈ വരേണ്ടത്. എന്നാൽ ഇളയവന്റെ തലയിലേക്ക് ആ വലത്തെ കൈയെടുത്തു വെച്ച് അനുഗ്രഹിക്കുന്ന ഭാഗം നമുക്ക് കാണാം. യാക്കോബ് തിരിച്ചു വച്ചു, കൈ പിണച്ചു വെച്ച് അനുഗ്രഹിക്കുക. യോസഫ് ഓടിച്ചെന്നിട്ട് തെറ്റുപറ്റിയതായിരിക്കുമെന്ന് വിചാരിച്ച് മാറ്റി നിർത്തി മക്കളെ രണ്ടുപേരെയും. അപ്പച്ചന്റെ കണ്ണു മങ്ങിയത് കൊണ്ട് തെറ്റുപറ്റിയെന്ന ആര് വിചാരിച്ച യോസഫ് മൂത്തവനെ അപ്പന്റെ വലങ്കയുടെ കീഴിൽ, ഇളയവനെ അപ്പന്റെ ഇടങ്കയുടെ കീഴിലും കൊണ്ടു നിർത്തി. എന്നാൽ അപ്പച്ചൻ കൈ പിണച്ചു വച്ച് മക്കളെ അങ്ങ് അനുഗ്രഹിച്ചു. യോസഫ് ചെന്ന് പറയും, അപ്പച്ച അങ്ങനെയല്ല. അപ്പോൾ യാക്കോബ് പറയുന്നത് വാക്ക് വളരെ പ്രധാനപ്പെട്ടത്, മകനെ എനിക്ക് നന്നായിട്ടറിയാം. ഒരു തവണയല്ല ഈ വാക്ക് പറഞ്ഞ് 2 തവണ. എന്താ കാരണം? ഞാനിപ്പോൾ അനുഗ്രഹിക്കുന്നത് മാനുഷിക കണ്ണുകൾ കൊണ്ടല്ല, ആത്മീക കണ്ണുകൊണ്ട് കണ്ടാണ് അനുഗ്രഹിക്കുന്നത്. വിശ്വസിക്കുന്നവൻ ആമേൻ പറഞ്ഞു. ചില തലമുറകളുടെ മീതെ ചില ബ്ലെസ്സിങ് വീഴാൻ പോവുക. റബന ഘടകമന അധുര പ്രവചന. അബ്രഹാമിന്റെ മൂത്ത മകൻ ഇസ്മായിലാണ്, പക്ഷേ അനുഗ്രഹം കിട്ടിയത് ഇളയ മകൻ ഇസഹാക്കിനല്ലേ. റബന ഘടകസ്മര പ്രവചനസ്മരാദിയ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇസഹാക്കിന് 2 മക്കൾ, ഏശാവും യാക്കോബും. അനുഗ്രഹം കിട്ടിയത് ഇളയ മകൻ യാക്കോബിനാണ്. യാക്കോബിന് ഒത്തിരി മക്കളുണ്ട്, പക്ഷേ അനുഗ്രഹം കിട്ടിയത് ഇളയ മകൻ യോസഫിനാണ്. യോസഫിന് 2 മക്കൾ, അനുഗ്രഹം കിട്ടിയത് ഇളയ മകൻ എഫ്രൈമനാണ്. മൂത്തവനെ മാറ്റിയിട്ട് ഇളയവന്റെ മേൽ അനുഗ്രഹം വ്യാപരിക്കുകയാ. അങ്ങനെയെങ്കിൽ സർവശക്തനായ ദൈവം അങ്ങനെ ചെയ്തു. സർവശക്തനായ ദൈവവും അങ്ങനെ തന്നെയാ ചെയ്തത്. വിശ്വസിച്ച മൂത്ത മകൻ യേശുവിനെ കാൽവറിയിൽ കൈവിട്ടിട്ട് ഇളയ മകനായ എന്നെയും നിങ്ങളെയും അനുഗ്രഹിച്ചുവെങ്കിൽ, ഈ രാവിലെ സമയം വിശ്വസിക്കുന്നവൻ ആമേൻ പറഞ്ഞു. വിശ്വസിക്കുന്നവൻ ആമേൻ പറഞ്ഞു. അസാധാരണമായ അനുഗ്രഹം ദൈവസഭയുടെ മേൽ, നമ്മുടെ മേൽ, നിങ്ങളുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവൻ ആമേൻ പറഞ്ഞു. ദൈവത്തിന്റെ വചനം കാണുന്നതിനെ സ്പർശിക്കും, കാണാത്തതിനെ സ്പർശിക്കും. വിശ്വസിക്കുന്നവൻ ആമേൻ പറഞ്ഞു. യാക്കോബ് പ്രവചിക്കുന്നത് ആത്മനിയോഗത്തോടെയാണ്. ജ്ഞാനം നിറഞ്ഞവൻ, വിവേകമുള്ളവൻ. പ്രധാനമന്ത്രിയായ യോസഫിനോട് യാക്കോബ് പറയുക, മോനെ എനിക്ക് അറിയാം. യോസഫ് അവിടുത്തെ പ്രധാനമന്ത്രി ആയിരിക്കാം, പക്ഷേ മോനെ നിനക്കറിയാത്തതൊന്ന് എനിക്കറിയാം. ഞാൻ ആത്മനിയോഗത്തോടെയാ വിളിച്ച് അനുഗ്രഹിക്കുന്നത്. യോസഫ് കണ്ണുകൊണ്ട് കാണുന്നു, യാക്കോബ് ആത്മക്കണ്ണുകൊണ്ട് കാണുകയാ. ഇന്ന് രാവിലെ ചിലരെ ദൈവാത്മാവ് തൊടുന്നത് മുഖം കണ്ടുകൊണ്ടല്ല, അകം കണ്ടുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം ഇപ്പോൾ നിങ്ങളുടെ മേൽ വ്യാപരിക്കുകയാ. നിങ്ങളുടെ തലമുറകളുടെ മേൽ ഈ അനുഗ്രഹത്തെ തുറക്കുക. വിശ്വസിക്കുന്നവൻ ആമേൻ പറഞ്ഞ് കരമടിച്ച് അന്യഭാഷയിൽ ഈ ദൂതനെ സ്വീകരിച്ചു. നിന്റെ ഒരു തലമുറ പ്രയോജനപ്പെടാത്ത നിലവാരത്തിൽ, അധികം വിദ്യാഭ്യാസമില്ല, കഴിവില്ല എന്ന് പറഞ്ഞ് നീ ഭാരപ്പെട്ടിരിക്കുക തലമുറയെ ഓർത്ത്. എന്നാൽ സ്വർഗം പറയുന്നു ഒരു പ്രത്യേക ബ്ലെസ്സിങ് ആ തലമുറയുടെ മേൽ, ആ മകന്റെ മേൽ, ആ മകളുടെ മേൽ ഇപ്പോൾ വെളിപ്പെട്ടു വരുന്നു. കരമടിച്ച് സ്വീകരിക്കുക. ഒന്നിനും കൊല്ലപ്പില്ലെന്ന് വിചാരിച്ച് തള്ളി മാറ്റി നിർത്തിയ ചില തലമുറകളുടെ മീതെ സ്വർഗത്തിന്റെ അസാധാരണ ബ്ലെസ്സിങ് വരികയാ. കഴിവുള്ളതിനേക്കാൾ മുമ്പിൽ കഴിവില്ലെന്ന് പറഞ്ഞ തലമുറ എത്താൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ ഈ മണിക്കൂറിൽ തലമുറകളെ ചൊല്ലി ഭാരപ്പെടുന്ന ചില ദൈവമക്കളെ, മാതാപിതാക്കളെ കർത്താവ് കാണിച്ചിട്ട് പറയുന്നു, ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അസാധാരണമായി ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ ബ്ലെസ്സിങ് ആ തലമുറ മേൽ വന്ന് രാജ്യങ്ങൾ അറിയപ്പെടുന്നവനായി അവനെ ദൈവം മാറ്റുകയാ. ദൈവം അവനെ സെലക്ട് ചെയ്യുകയാ. ഉന്നത പദവിയിൽ നിർത്താൻ പോകുകയാ. കരമടിച്ച് ആത്മീകത്തിലും ഭൗതികത്തിലും ആ തലമുറ മുമ്പിൽ വരാൻ പോകുകയാ. ജഗതല ഘടകസ്മര. നീ എങ്ങനെ ജീവിക്കും? നിനക്കൊരു കഴിവുമില്ലല്ലോ
എന്ന് നിന്റെ തലമുറയെ നോക്കി നീ പറഞ്ഞെങ്കിൽ ആത്മാവ് പറയില്ല, അവന്റെ മേൽ ആരുടെ മേലും വെളിപ്പെടാത്ത ഒരു ദൈവീകമായ നിയോഗത്തെ ഞാൻ അവനിൽ തുറക്കാൻ പോകുകയാണ്. ഈ മണിക്കൂറിൽ വലിയ വെളിച്ചം വ്യാപരിക്കുന്നു. കരമടിച്ചങ്ങ് സ്തുതിച്ചോ.